ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അരി ഒന്ന് കുതിർത്തിരുന്നു. ഒരു 3 മണിക്കൂറോളം കുതിർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് അരയ്ക്കരുത്, കാരണം ഇത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല നമ്മുടെ കൂട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അരച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊതിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അരച്ച് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാറ്റർ ഒരിക്കലും ലൂസായി പോകരുത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളവും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം അത് അനക്കാനും തൊടാനും ഒന്നും പോകരുത്. അത് കുറച്ച് നേരം ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അത് നന്നായിട്ട് പൊള്ളി വന്നോളും. അപ്പോൾ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ കോരി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മാത്രമാണ് കോരി എടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതേപോലെ നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാനും പറ്റുന്ന നല്ലൊരു ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പം ഇതേപോലെ ബാക്കിയുള്ള മാവ് കൂടി നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊള്ളി വരും, എന്നിട്ട് മാത്രം നമ്മൾ വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പം ചുട്ട് എടുക്കാൻ ഇതേപോലെ നല്ല രീതിയിലൊന്ന് ചുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ മുട്ട ചേർക്കുന്നതുകൊണ്ടൊന്നുമല്ല ഇതിന് മുട്ടപ്പം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഥയൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്, പക്ഷേ അത്രയും ടേസ്റ്റാണ്. പിന്നെ കണ്ണൂരിൽ മിക്ക തട്ടുകടയിലൊക്കെ വൈകുന്നേരം മിക്കവാറും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ എന്ന് തന്നെ അതുകൊണ്ട് ഇതിനെ വിളിക്കാം. ഇതിൻ്റെ കൂടെ അപ്പവും മുട്ടയും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ റിമിക്സൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.